ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ലോസുകാർക്ക് വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. നമ്മുടെ ശരീരത്തിന് ഒരാഴ്ചത്തേക്ക് ആവശ്യമായ വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഇതൊരെണ്ണത്തിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്വർഗം മില്ലറ്റാണ്. ഇതിനെ മണിച്ചോളം അല്ലെങ്കിൽ വൈറ്റ് ചോളം എന്നൊക്കെ പറയും. ഇതിന് ജോവർ എന്ന് ഹിന്ദിയിലും പറയാറുണ്ട്. ഈ സ്വർഗം മില്ലറ്റ് ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലമ്പി കഴുകിയാൽ മതി. നമ്മളിത് തിരുമ്മി കഴുകാൻ പാടില്ല. നമ്മൾ അരിയൊക്കെ കഴുകുന്നത് പോലെ തിരുമ്മി കഴുകരുത്. ഇതിൻ്റെ തോടോട് ചേർന്നുള്ള ഭാഗത്താണ് കൂടുതൽ പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരുമ്മി കഴിയാൽ അത് കുറേയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അലമ്പി കഴിയതിന് ശേഷം വെള്ളം ഊറ്റിക്കളയണം. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് കുതിരാൻ വയ്ക്കുക. ഇത് രാത്രിയിലാണ് ഞാനിപ്പോൾ ഇത് കുതിരാൻ വയ്ക്കുന്നത്. 8 മണിക്കൂറെങ്കിലും കുതിർന്നിരിക്കണം. ഞാനിതിപ്പോൾ രാവിലെയാണ് ഞാൻ എടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് രാത്രിയിൽ ഞാനിത് കുതിരാൻ വെച്ചിരുന്നു. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിരാൻ വെച്ച വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മില്ലറ്റിന് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു വെച്ചിരുന്നത്. അത് മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് 4 ടീസ്പൂൺ വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ചോറ് ചേർക്കുന്നത്. പകരം നിങ്ങൾക്ക് അവലോ അതുപോലെ റവ കാച്ചിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. പഞ്ചസാര ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 1/4 ടീസ്പൂണോളം ചേർത്താലും മതിയാകും. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അല്പം തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അപ്പത്തിന് വേണ്ടി അരക്കുന്നത് പോലെ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ നന്നായിട്ട് അരക്കുവാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കില്ല. ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പ് കൈകൊണ്ട് വടിച്ച് ചേർക്കാം. അതിനുശേഷം മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 സവാള നമുക്കൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ ചൂടായ പാനിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്തു. 4 അല്ലി വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് വെളുത്തുള്ളി വളരെ നല്ലതാണ്. പിന്നെ BP കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. നമ്മൾ കഴിക്കുന്ന കുക്കുംബർ പോലത്തെ ഒരു വെജിറ്റബിളാണ് സുഷിനി. ചിലരിതിനെ സുച്ചിനി എന്നും പറയാറുണ്ട്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയോടുകൂടി ചേർന്ന ഭാഗത്താണ് കൂടുതൽ വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തൊലി കളയാതെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. ഇതിലേക്കൊരു പച്ചമുളക് ചേർത്ത് വാടിക്കഴിയുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സുഷിനി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. സുഷിനിയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കാബേജ് ഇതിലേക്ക് ചേർക്കാം. കാബേജിനും വളരെയധികം ഗുണങ്ങളുള്ളതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കാബേജ് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇപ്പോൾ സുഷിനി ചേർത്തിട്ട് അതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത കാബേജ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കാബേജ് ഒന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുക്കാം. ഇതിലെ ഉള്ളിലെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. തക്കാളിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് തക്കാളി. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത തക്കാളി ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ക്യാരറ്റാണ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റിലും വളരെയധികം വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ എ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യുന്നു. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ളതാണ് ഞാൻ എടുത്തത്. വെജിറ്റബിളിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഇനി 3 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. അതിൽ കുറച്ച് ഉപ്പുള്ള ഒരു ഐറ്റം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾ ഏകദേശം ഒന്ന് സോട്ടായിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകണ്ട. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. മില്ലറ്റ് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പൊങ്ങിയിരിക്കുകയാണ്. ഇത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ വെജിറ്റബിളൊക്കെ ചേർക്കുമ്പോൾ അത് ഒത്തിരി ലൂസാവും. അതുകൊണ്ടാണ് കട്ടിയിൽ നമ്മൾ അരച്ചെടുത്തത്. ഇനി ഈ വെജിറ്റബിൾ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 50 ഗ്രാം ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പൊട്ടറ്റോ ആണ്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്, ഉരുളക്കിഴങ്ങ്. അതൊന്ന് നമുക്ക് ചീവിയെടുക്കാം. ക്യാരറ്റ് ചീവിയതിലും ചെറുതായിട്ടുള്ള ഗ്രേറ്ററിലാണ് ഞാനിപ്പോൾ ചീവുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളിത് വാട്ടൊന്നുമില്ല, ഡയറക്റ്റ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയതാണ്. നമ്മളുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് വളരെ നല്ലതാണ് പൊട്ടറ്റോ. പിന്നെ നമ്മളിത് ചേർക്കുമ്പോൾ ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ കൂടുതലുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുവേണ്ടി പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അതിലെ സ്റ്റാർച്ചൊക്കെ കുറേയൊക്കെ പോയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞ് ചേർക്കാം. മല്ലിയിലയിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയതാണ്. മല്ലിയിലയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയില വളരെ നല്ലതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസും അമിനോ ആസിഡ്സും മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മില്ലറ്റ് ഒരു ലോ കാലറി ഫുഡ് ഐറ്റമാണ്. മില്ലറ്റിൻ്റെ ബാറ്ററിനേലും 2 ഇരട്ടി വെജിറ്റബിൾസാണ് നമ്മളിതിലേക്ക് ചേർത്തേക്കുന്നത്. അതും വളരെയധികം വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയതാണ്. വളരെ കുറഞ്ഞ കാലറി ഉള്ളതാണ് ഈ ചേർത്ത വെജിറ്റബിൾസ് എല്ലാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളമൊന്നും ചേർക്കരുത്, ഇതുപോലെ തന്നെ ഇരുന്നാൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്നുകൂടി നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ടാവും. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ദോശത്തവ ചൂടാക്കി നല്ലതുപോലെ എണ്ണ തടവിയതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഹീറ്റിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. ഇത് ചേർക്കുന്ന സമയത്ത് പാൻ നല്ല ചൂടായിട്ടുണ്ടാവണം. തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മളിത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ദോശ പരത്തുന്നത് പോലെ പ്രസ് ചെയ്ത് പരത്തരുത്. മീതെ ഈ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പതിയെ പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് മൂടി വെച്ച് 3 മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ വേവിക്കാം. 3 മിനിറ്റിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഗീ തടവി കൊടുത്താലും നല്ലതാണ്. എല്ലായിടത്തും നല്ലതുപോലെ എണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മറിച്ചിടാം.
മറിച്ചിട്ടതിന് ശേഷം അരികിലൊക്കെ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. അരികിൽ എണ്ണ ഒഴിച്ചാൽ അതിൻ്റെ നടുവിലേക്ക് എത്താത്തത് കൊണ്ടാണ് നമ്മൾ മറിച്ചിടുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിൽ എണ്ണ തടവി കൊടുത്തത്. ഇനി ഒന്നുകൂടി മൂടി വെച്ച് നമുക്ക് 3 മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ വേവിക്കാം. 3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ അവസാനത്തെയാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. 1 കപ്പ് മില്ലറ്റ് കൊണ്ട് നമുക്ക് 4 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഒരാൾക്ക് ഇത് 1 എണ്ണം മതിയാകും. വളരെയധികം വിറ്റാമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയ ഒരു ഫുഡാണ്. ലോ കാലറി ഫുഡാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി കൊടുത്താൽ മതിയാകും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.